ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 80. ഈശോ യോന എന്ന ഇടയനോടുകൂടെ. എസ്ദ്രലോൺ താഴ്വരയിൽ കൊയ്തു കഴിഞ്ഞ വയലുകൾ, എങ്ങും ചീവീടിൻ്റെ ശബ്ദം. ഈശോയും ജോണും യൂദാസും സൈമണും ഇടയന്മാരായ ലേവിയും ജോസഫും യോനായുടെ പക്കലെത്തി. യോന ഓടി വന്ന് കാൽക്കൽ വീണു. സംസാരിക്കാനുള്ള ശക്തി ലഭിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നു. ജീവൻ എന്നിൽ നിന്ന് വാർന്നു പോവുകയാണ്. എങ്കിലും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരുന്നില്ല. ഞാൻ സ്വയം പറയും, അമ്മ പറഞ്ഞില്ലേ നീ വീണ്ടും ഈശോയെ ശുശ്രൂഷിക്കുമെന്ന്. ഇമ്മാനുവേലിൻ്റെ അമ്മയായ അവൾ സത്യമല്ലാതെ ഒന്നും പറയില്ല. എഴുന്നേൽക്കൂ, അമ്മ നിന്നെ അനുഗ്രഹിക്കുന്നു. നീ അവളുടെ അടുത്തായിരുന്നു നസ്രത്തിൽ. അങ്ങ് നസ്രത്തിലോ? അമ്മയും. അങ്ങ് എന്തുകൊണ്ടാണ് സ്വയം വെളിപ്പെടുത്താതിരുന്നത്? അന്ന് സമയമായിരുന്നില്ല, ഇപ്പോൾ സമയമായി. അയാളുടെ യജമാനൻ ദയയില്ലാത്ത മനുഷ്യനാണ്. മുന്തിരിത്തോപ്പിൽ കള്ളൻ കയറി മുന്തിരിക്കുല മോഷ്ടിച്ചതിന് ഇരുമ്പ് കമ്പി കൊണ്ട് അയാളെ തല്ലിച്ചതച്ച പാടുകൾ അയാൾ കാണുന്നു. പെസഹ തിരുനാളിന് പോലും ദൈവാലയത്തിൽ പോകാൻ അനുവാദമില്ല. എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുമായിരുന്നു, എന്നെ ബലിയായി സ്വീകരിക്കുക, എനിക്ക് മിശിഹായെ തരിക. അത്യുന്നതനായ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു. യോന, നിന്റെ സ്നേഹിതർ ചെയ്യുന്നത് പോലെ എനിക്ക് സേവനമനുഷ്ഠിക്കുക. അങ്ങ് പുൽത്തൊട്ടിയിൽ കിടന്ന് കരഞ്ഞിരുന്ന കാലം മുതൽ ഞാനത് അങ്ങേക്ക് നൽകിക്കഴിഞ്ഞു. എന്നെ സഹായിച്ചത് അതാണ്. വിഷാദത്തെയും വിദ്വേഷത്തെയും ഞാൻ കീഴടക്കി. എൻ്റെ യജമാനൻ ഒരു ദിവസം എന്നെ തൊഴിച്ച് അവശനാക്കി. ഈശോ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞതിന്. അയാൾ പോയി കഴിഞ്ഞപ്പോൾ വിശ്വസിക്കാവുന്ന ആളുകളോട് അന്നത്തെ രാത്രിയിൽ നടന്ന അത്ഭുതങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു. നാം അത്ഭുതകരമായി വീണ്ടും കണ്ടുമുട്ടിയതിനെപ്പറ്റി ഇനി അവരോട് പറയൂ. ഞാൻ അന്വേഷിച്ച മിക്കവരെയും കണ്ടെത്തി. അവരെല്ലാം എന്നോട് വിശ്വസ്തരായിരുന്നു. വിശ്വാസത്തോടുകൂടി എന്നെ ധ്യാനിച്ചതുകൊണ്ട് മാത്രം ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും നീ നീതിമാനായി. യോന പറയുന്നു, ഇനി എനിക്കൊന്നിനെയും ഭയമില്ല. തോട്ടത്തിൽ കള്ളൻ കയറില്ല. അങ്ങയുടെ പാദസ്പർശമേറ്റ ഈ മണ്ണും പവിത്രീകരിക്കപ്പെട്ടു. കർത്താവായ ഈശോയെ, വരൂ. വൃക്ഷങ്ങളെ, മുന്തിരിവള്ളികളെ, നിങ്ങൾ ചെവി കൂർപ്പിക്കുവിൻ. മൺതരികളെ ശ്രദ്ധിച്ച് കേൾക്കുവിൻ, ഈശോ ഇവിടെയുണ്ട്. കേൾക്കുവിൻ, ജീവരസം നിങ്ങളുടെ ശിഖരങ്ങളിലൂടെയും മുന്തിരിച്ചില്ലകളിലൂടെയും ശക്തമായി പ്രസരിക്കട്ടെ, പ്രവഹിക്കട്ടെ. മിശിഹ ഇതാ നമ്മോടൊപ്പമുണ്ട്. യോന ആനന്ദത്താൽ നിറയുന്നു. അവർ തിരിച്ചു പോകുമ്പോൾ സൈമൺ ഈശോയോട് പറയുന്നു, ഗുരു, നമുക്കൊരല്പം വേഗം നടക്കാം. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, മറ്റുള്ളവർ കേൾക്കണ്ട. ഈശോയുടെ നാമത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ എൻ്റെ പണം വിനിയോഗിക്കാൻ ലാസറിനോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് യോനായെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൂടെ? അയാൾ പണിയെടുത്ത് വളരെ അവശനായിരിക്കുന്നു. അയാളെ സ്വതന്ത്രനാക്കിയാൽ അങ്ങയുടെ ശിഷ്യനായി അവൻ പ്രവർത്തിക്കും. ഗുരു, അങ്ങ് സമ്മതിച്ചാൽ മതി. പിന്നെ വേണ്ടത് ലാസർ ചെയ്യും. സൈമൺ, നീ എന്തിനാണ് വസ്തുക്കൾ മുഴുവൻ കൈയൊഴിഞ്ഞത് എന്നെനിക്കറിയാമായിരുന്നു. ആളുകളുടെ വിചാരങ്ങളും എനിക്കറിയാൻ പറ്റും. നിന്നെ സ്നേഹിക്കുന്നതിനുള്ള ഒരു കാരണവും ഇതാണ്. യോനായെ സന്തോഷിപ്പിക്കുന്നത് വഴി നീ ഈശോയെയാണ് സന്തോഷിപ്പിക്കുന്നത്.